ഹായ് ഓൾ, എല്ലാവർക്കും ഗാൽഡ് IAS സ്വാഗതം. ഇന്ന് നമ്മളിവിടെ MPLAD സ്കീം എന്ന് പറഞ്ഞ സ്കീമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. MPLAD സ്കീം മീൻസ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം. ഓക്കെ, പലർക്കും നമുക്ക് ഈ ടേം ഫെമിലിയർ ആണെന്ന് അറിയാം. ഒന്നുമില്ല, ഒരു MP-ക്ക് ലോക്സഭ MP-ക്കോ രാജ്യസഭ MP-ക്കും ഒരു വർഷം 5 കോടി രൂപ വരെ അവരുടെ മണ്ഡലത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഡെവലപ്മെൻറ്റ് വർക്ക്സ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണിത് MPLAD സ്കീം. സോ ഈ സ്കീമിനെ കുറിച്ച് എക്സാം പെർസ്പെക്റ്റീവ് ഫോർ UPSC എക്സാം പെർസ്പെക്റ്റീവിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സ്കീം എന്ന് പഠിക്കുന്നു, അതിൻ്റെ കുറച്ച് മെറിറ്റ്സും കുറച്ച് ഡിമെറിറ്റ്സും പഠിക്കുന്നു. കാരണം ഈ കുറച്ച് പോയിന്റ്സ് ആണ് എന്ത് നമുക്ക് എക്സാമിന് ആവശ്യമായ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അതിലേക്ക് എടുക്കാം. സോ എന്താണ് MPLAD സ്കീം? നേരത്തെ പറഞ്ഞ പോലെ ഒരു MP-ക്ക് ഒരു വർഷം 5 കോടി രൂപ വരെയുള്ള കമ്മ്യൂണിറ്റി അസറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനാണ് ഈ MPLAD സ്കീം. ഓക്കെ, ഒരു വർഷം 5 കോടി ഡെവലപ്മെൻറ്റ് വർക്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഡ്രിങ്കിങ് വാട്ടറോ സാനിറ്റേഷനോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിലേക്കോ പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി അസറ്റ്സ്, ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് MPLAD സ്കീം. ഓക്കെ, അപ്പോൾ ഒരു ഇലക്റ്റഡ് ലോക്സഭ MP-ക്ക് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മണ്ഡലത്തിൽ 5 കോടി രൂപ വരെ ഡെവലപ്മെൻറ്റ് വർക്ക്സ് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു രാജ്യസഭ ഇലക്റ്റഡ് MP ആണെങ്കിലോ ആ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ രാജ്യസഭ MP ഇലക്ട് ആയിരിക്കുന്നത് ആ സ്റ്റേറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ ഇന്ത്യയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഫോർ ദി ക്രിയേഷൻ ഓഫ് കമ്മ്യൂണിറ്റി അസറ്റ്സ് ഒരു വർഷം 5 കോടി രൂപ വരെ വർക്ക്സ് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ കുറച്ച് പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിലും ആ ഫണ്ടിൻ്റെ 15% എമൗണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസ് ഇൻഹാബിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കണം സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 7.5% ഫണ്ട്സ് മസ്റ്റ് ബി യൂട്ടിലൈസ് ഫോർ ഏരിയാസ് ഇൻഹാബിറ്റഡ് ബൈ ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ. ഇത് മസ്റ്റായിട്ട് നോട്ട് ചെയ്യേണ്ട പ്രൊവിഷനാണ്. അതായത് മൊത്തം 5 കോടിയുടെ 15% SC പോപ്പുലേഷൻ താമസിക്കുന്ന ഏരിയയിലേക്കും അതുപോലെ തന്നെ 7.5% ഷെഡ്യൂൾഡ് ട്രൈബ്സ് താമസിക്കുന്ന ഏരിയയിലേക്കും വേണം ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. ബട്ട് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലോക്സഭ മണ്ഡലത്തിൽ എക്സാമ്പിൾ SC ഏരിയാസ് കുറവാണ് ഇല്ല അല്ലെങ്കിൽ ST ഏരിയാസ് ഇല്ല എങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ വേറൊരു മണ്ഡലത്തിലാണെങ്കിലും ദിസ് മച്ച് എമൗണ്ട് ആ വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മണ്ഡലം, ഇപ്പോൾ എക്സാമ്പിൾ തിരുവനന്തപുരം മണ്ഡലം എടുക്കുകയാണെന്ന് വിചാരിക്കുക, ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യുവൻസി എനിക്ക് SC മെജോറിറ്റി ഏരിയ അല്ലെങ്കിൽ SC ഇൻഹാബിറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ ഇല്ല എങ്കിൽ ദെൻ തിരുവനന്തപുരം തന്നെ തിരുവനന്തപുരം MP-ക്ക് അവിടെ തന്നെ വേണമെന്നില്ല, വേറെ ഒരു മണ്ഡലത്തിലാണെങ്കിലും കോഴിക്കോട് ഒരു മണ്ഡലത്തിലാണെങ്കിലും അല്ലെങ്കിൽ എറണാകുളത്ത് ഒരു മണ്ഡലത്തിലാണെങ്കിലും ദാറ്റ് മച്ച് എമൗണ്ട് ആ SC പോപ്പുലേഷനിലേക്കും സിമിലർലി 7.5% ST പീപ്പിളിലേക്കും വേണ്ടി എന്ത് ചെയ്യണം സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ ഒരു സ്കീമിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡ് ഇഷ്യൂ കാരണം MPLAD സ്കീം ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം കോവിഡ് ഇഷ്യൂ അപ്പോൾ ഫണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ വന്നുകൊണ്ട് MP ഫണ്ട് ടെമ്പററി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ വർഷത്തേക്ക് MPLAD സ്കീമിൻ്റെ റെലവൻസ്. ഓക്കെ, ഫ്രം എക്സാം പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇതാണ് വി മസ്റ്റ് നോ റിഗാർഡിംഗ് MPLAD സ്കീം. പിന്നെ ഇത് ഡിസ്ട്രിക്ട് അതോറിറ്റീസ്, അതായത് ആ കൺസേൺഡ് MP ഡിസ്ട്രിക്ട് അതോറിറ്റീസിൻ്റെ അടുത്താണ് റെക്കമെൻഡ് ഇന്ന വർക്ക്സ് ഒക്കെ ഈ വർഷം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ബട്ട് അറ്റ് ദി എൻഡ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ആയിരിക്കും. അത് നോട്ട് ചെയ്യുക. പിന്നെ ഓവറോൾ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആണ്. സോ ഇത്രയും പറഞ്ഞ ഫാക്ട്സ് ആണ് എന്ത് വേണ്ടി വരും നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എക്സാമിനായിട്ട് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ആര് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, എത്ര എമൗണ്ട് ചെയ്യുന്നു, ലോക്സഭ രാജ്യസഭ MP എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, എത്ര ഫണ്ട് SC ST പോപ്പുലേഷനും ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി ആരാണെന്നും ആ നോഡൽ ഏജൻസി ആരാണ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് മറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് നമ്മൾ പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ത് പറ്റും. ഇവിടെ ലോക്കൽ ലെവൽ ഫണ്ടിങ് നടക്കുകയാണ് അല്ലേ. ഒരു MP ആ വ്യക്തിയുടെ കൺസേൺഡ് മണ്ഡലത്തിലേക്ക് ഇത്ര എമൗണ്ടുള്ള വർക്ക്സ് ചെയ്യാമെന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് ഫണ്ടിങ്. കാരണം പറയുകയാണെങ്കിൽ ആ ഒരു MP-ക്ക് അറിയാം ആ പുള്ളിയുടെ മണ്ഡലത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളതെന്ന് അല്ലേ. ഇപ്പോൾ ടോപ്പ് ലെവൽ ബ്യൂറോക്രാറ്റ്സിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ എക്സാമ്പിൾ ഇരിക്കട്ടെ, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ലോക്കൽ ലെവൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഓരോരോ നാട്ടിലും ഓരോരോ ആവശ്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ കൺസേൺഡ് ഇടത്തിന് എന്താണ് ആവശ്യമെന്ന് ആ ലോക്കൽ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ആ വ്യക്തിക്ക് ആ കൺസേൺഡ് കാര്യത്തിലേക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് അലോട്ട് ചെയ്യാൻ പറ്റും ഫോർ എനി കൈൻഡ് ഓഫ് ക്രിയേഷൻ ഓഫ് കമ്മ്യൂണിറ്റി അസറ്റ്സ്. അതാണ് ഇതിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ്. സോ വി നോ ദാറ്റ് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്താണ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിരിക്കുകയാണ് ഇതിന് ഡെവലപ്മെൻറ്റൽ വർക്ക്സിന് വേണ്ടി. ഇതൊക്കെ നമുക്ക് കുറച്ച് മെറിറ്റ്സ് ആയിട്ട് കോട്ട് ചെയ്യാം. ഡിമെറിറ്റ്സ് കോട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ദിസ് ഈസ് അഗൈൻസ്റ്റ് സ്പിരിറ്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. നമ്മൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന കൺസെപ്റ്റ് കേട്ട് കാണും. എന്താണ്, ഒരു സ്റ്റേറ്റിന് 3 ഓർഗൻസ് ഉണ്ട് അല്ലേ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ വർക്ക് എന്താണ്, ലോ മേക്കിംഗ്, നിയമനിർമ്മാണം. ഫൈൻ.
എക്സിക്യൂട്ടീവിൻ്റെ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ റോൾ എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ. അതുപോലെ ജുഡീഷ്യറി എന്താണ്? ലോസ്, നമ്മുടെ കോർട്ട് സിസ്റ്റം, അതായത് ലോസും എക്സിക്യൂട്ടീവ് ആക്ഷൻസും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ ആ ഒരു സെറ്റപ്പ് നോക്കുകയാണെന്ന് ജുഡീഷ്യറി. ഫൈൻ. അപ്പോൾ ലെജിസ്ലേച്ചർ ലോ മേക്ക് ചെയ്യുക, എക്സിക്യൂട്ടീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ജുഡീഷ്യറി ഈ ലോസ് അങ്ങ് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അപ്പോൾ അവരവർക്ക് അവരവരെ പണി കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് മീൻസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇംപ്ലിമെൻറ്റേഷൻ ആരുടെ വർക്കാണ്? അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഒക്കെ ആരുടെ വർക്ക്സ് ആണ്? എക്സിക്യൂട്ടീവ്സിൻ്റെ വർക്ക്സ് ആണ്, ലെജിസ്ലേച്ചറിൻ്റെ പണിയല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഒരു MP ഡെവലപ്മെൻറ്റ് വർക്ക്സ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിനകത്ത് ഇൻവോൾവ് ആകുന്നു. ദിസ് ഷോസ് ദാറ്റ് ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, നമ്മൾ ഇങ്ങനത്തെ തിയറി, പൊളിറ്റിക്കൽ തിയറീസോ ഇങ്ങനത്തെ ടേംസ് ഒക്കെ കോട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ആൻസർ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. സോ ഇങ്ങനത്തെ തിയറീസൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? ആൻസറിൽ കോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫൈൻ. പിന്നെന്താണ്? ഒരുപാട് അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ട്. ദാറ്റ് മീൻസ് എല്ലാ MPസും എല്ലാ വർഷം ഫുൾ എമൗണ്ട് പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമാണ്. കാരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 14th ലോക്സഭയിൽ ഓൾമോസ്റ്റ് 176 കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടില്ല. 15th എമൗണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ അൺസ്പെൻഡ് എമൗണ്ട്? എന്താണ്? ഒരു വർഷം ഒരു MPക്ക് 5 കോടി രൂപ സ്പെൻഡ് ചെയ്യാമെങ്കിൽ ആ കൺസേൺഡ് MP അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്കീമിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ പലതരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? എക്സാമിനൊക്കെ ഇത് പോയിന്റ് കോട്ട് ചെയ്യുമ്പോഴും ഒരു ഡാറ്റയായിട്ട് കോട്ട് ചെയ്യാം. ഇത് 14 ലോക്സഭ 176 കോടി സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്താണ്? ഒരു ആൻസറിനൊരു ഡാറ്റയായി, ഒരു ഒതൻറ്റിസിറ്റി ആയി, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായി ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കാം. പിന്നെ ഇത് പാറ്റർനേജ് പൊളിറ്റിക്സിന് വഴിയൊരുക്കുന്നു. സോ വാട്ട് ഈസ് പാറ്റർനേജ് പൊളിറ്റിക്സ്? ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ സമയം, ഒരു ഇലക്ഷൻ ഇയർ ആണെന്ന് വിചാരിക്കാം. ആ MP എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്കെതിരെ പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല നല്ല കാര്യങ്ങൾ ആ വർഷം ചെയ്യുന്നു. അപ്പോൾ ജനങ്ങൾക്ക് എന്തോ MP കൊള്ളാമൊക്കെ തോന്നിയിട്ട് പുള്ളിക്ക് വോട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ദാറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് വർക്ക്സ് കാണിക്കുന്നു. കാരണം ഫണ്ട് ഉണ്ടല്ലോ, 5 കോടി എന്ത് ചെയ്യുന്നു? ഡെവലപ്മെൻറ്റ് വർക്ക്സ് കടന്നു. അതുവഴി ജനങ്ങളുടെ മനസ്സ് പിടിച്ചെടുത്തിട്ട് ഇലക്ടോറൽ ഗെയിനൊരു പോസിബിലിറ്റീസ് ഒരുക്കുന്നു. അതാണ് ഓക്കെ ആ ഒരു കൺസെപ്റ്റ്. ഈ ഒരു പ്രൊവിഷൻ എന്തില്ല? ഒരു ഒപ്പോസിഷൻ കാൻഡിഡേറ്റിനില്ല. അപ്പോൾ ഒരു സിറ്റിംഗ് MPക്ക് 5 കോടി രൂപ ഒരു വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അത് ഇലക്ഷൻ ആ വ്യക്തിക്ക് പിന്നെയും ജയിക്കാനുള്ള ഒരു സാധ്യത ഒരുക്കുന്നുണ്ട്. അതും ഈസ് വൺ ഓഫ് ദി ക്രിറ്റിസിസം ഫോർ ദി MP-led സ്കീം. ഫൈൻ. പിന്നെ നോക്കുകയാണെങ്കിൽ കറപ്ഷൻ പറയണ്ടല്ലോ. ഇപ്പോൾ CAG റിപ്പോർട്ട് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഫണ്ട്സ് ആർ ബീങ് ഡൈവേർട്ടഡ്. കാരണം ഒരു പർപ്പസിന് ഉപയോഗിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ ഈ MP-led സ്കീമിൽ വരുന്ന ഫണ്ട് തന്നെ വേറെ പല രീതിയിലേക്കും ഡൈവേർട്ടായി പോകുന്നുണ്ട്. കറപ്ഷൻ, അഴിമതി നടക്കുന്നുണ്ടെന്ന് CAG റിപ്പോർട്ട് വരെ പറയുന്നുണ്ട്. ഇവിടെ CAG റിപ്പോർട്ട് എടുത്ത് പറയാൻ കാരണമൊന്നുമില്ല. എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ CAG റിപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ഒതൻറ്റിക് ഇൻഫർമേഷനാണ്. വൈ? ബിക്കോസ് CAG ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അപ്പോൾ അതൊക്കെ നമ്മുടെ ആൻസേഴ്സിൽ എഴുതുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എക്സ്ട്രാ എഡ്ജ് കിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എക്സാം പേഴ്സ്പെക്റ്റിലേക്ക് നമ്മൾ ഈ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ്? ഷുവർലി ഇപ്പോൾ MP ഒരു വർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേറെ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ് വരുന്നു. അതും വൺ ഓഫ് ദി ഇഷ്യൂസ് ആണ് റിഗാർഡിങ് MP-led സ്കീം. സോ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് സ്കീം എന്ന് അറിഞ്ഞിരിക്കുക. കുറച്ച് ടെമ്പർ സസ്പെൻഷനിലായിരുന്നു കേട്ടോ സ്കീമും കോവിഡ് കാരണം. അതാണ് റെലവൻസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. സോ എന്താണ് സ്കീം എന്ന് പഠിക്കുന്നു, എത്ര എമൗണ്ട് ആണെന്ന് പഠിക്കുന്നു, ഓരോരോ പ്രൊവിഷൻസ് പഠിക്കുന്നു, SC/ST ക്രൈറ്റീരിയാസ് പഠിക്കുന്നു, ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിനെ കുറിച്ച് പഠിക്കുന്നു, കുറച്ച് മെറിറ്റ്സ് പഠിക്കുന്നു, നല്ല എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഉദാഹരണം പറയുകയാണെങ്കിലും ഇന്ന MP ഇന്ന മണ്ഡലത്തിൽ ഇന്ന സംഭവങ്ങൾ കൊണ്ടുവന്നു, ജനങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, അങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ കോട്ട് ചെയ്യാം. ഇവിടെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, പൊളിറ്റിക്കൽ തിയറീസ് കോട്ട് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾസ് കോട്ട് ചെയ്യാം. ഇനി ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് റിഗാർഡിങ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം, ഡാറ്റാസ് കോട്ട് ചെയ്യാം. ഫൈൻ. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാ വൈവിധ്യമാർന്ന നമ്മൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ഡിഫറെൻറ്റ് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ MP-led സ്കീമിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ വേറെ പല പല ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സീ യു ദെൻ, ബൈ.